ഈരാറ്റുപേട്ട കാഞ്ഞിരപ്പള്ളി റോഡില് ചെമ്മലമറ്റം കാളകെട്ടിക്കൊക്കെ ഇടയ്ക്കായിട്ട് നല്ലൊരു കപ്പാടിനൊക്കെ സമീപത്തായിട്ട് നല്ലൊരു വീട് ഇവിടെ വിൽപ്പനയ്ക്ക് 90 ലക്ഷം രൂപ ചോദിക്കുന്നു. 15 സെന്റ് സ്ഥലമുണ്ട്, 4 ബെഡ്റൂം ഉണ്ട്, 4 അറ്റാച്ച്ഡ് ആണ്. നല്ല ഇന്റീരിയർ വർക്കുകളൊക്കെ ചെയ്ത് നല്ല ഭംഗിയാക്കി എടുത്തിരിക്കുന്ന, നല്ല ഫാൻസി ലൈറ്റുകളൊക്കെ ഇട്ട് കിടുക്കാഴ്ചയായിട്ട് എടുത്തിരിക്കുന്ന നല്ലൊരു വീട് ഇവിടെ വിൽപ്പനയ്ക്ക് 90 ലക്ഷം രൂപ ചോദിക്കുന്നു. അത് നെഗോഷ്യബിൾ ആണ്. ലോൺ സൗകര്യങ്ങൾ വേണ്ടവർക്ക് ലോൺ സൗകര്യങ്ങൾ ലഭ്യമാണ്. അത് ഈ സാലറി സർട്ടിഫിക്കറ്റ്, ഇൻകം ടാക്സ് റിട്ടേൺ ഒക്കെ ഫയൽ ചെയ്യുന്നവർക്കാണ് നമ്മൾ ലോൺ സൗകര്യങ്ങൾ അറേഞ്ച് ചെയ്ത് കൊടുക്കാറ്. അപ്പോൾ നമുക്ക് കൂടുതൽ ദൃശ്യങ്ങൾ വീഡിയോയിലൂടെ കാണാം. മീനച്ചൽ ഹോംസിൻ്റെ ഇന്നത്തെ പുതുപുത്തൻ എപ്പിസോഡിലേക്ക് എല്ലാവരെയും കൂട്ടിക്കൊണ്ടു പോകുമ്പോൾ ഇന്ന് 15 സെൻറ്റ് സ്ഥലത്തിലാണ് നമ്മൾ വന്നിരിക്കുക. 15 സെൻറ്റ് സ്ഥലത്തിനകത്ത് 2000 സ്ക്വയർ ഫീറ്റ് വരുന്ന നല്ലൊരു 4 ബെഡ്റൂം അറ്റാച്ച്ഡ് ആയിട്ടുള്ള ഒരു കിടുക്കൻ വീടിൻ്റെ മുൻപിലാണ് നമ്മളിപ്പോൾ നിൽക്കുക. ചോദിക്കുന്ന വില നമ്മൾ തുടക്കത്തിൽ പറഞ്ഞു, 90 ലക്ഷം രൂപ ചോദിക്കുകയാണ്. നല്ല മുറ്റവും സൗകര്യങ്ങളും നല്ലൊരു കൃഷിയൊക്കെ ചെയ്യുവാനോ അല്ലെങ്കിൽ നല്ലൊരു ഗാർഡനൊക്കെ ചെയ്യുവാനൊക്കെ ആയിട്ടുള്ള നല്ല സ്പേസും അതുപോലെ തന്നെ അതിമനോഹരമായ രീതിയിൽ പണി കഴിപ്പിക്കപ്പെട്ടിരിക്കുന്നതുമായ നല്ലൊരു വീട്, നല്ലൊരു മുറ്റമെല്ലാം സ്റ്റോൺ ഇട്ട് നല്ല ഭംഗിയാക്കി അതിനിടയ്ക്കിടയ്ക്ക് ആർട്ടിഫിഷ്യൽ ഗ്രാസൊക്കെ കൊടുത്തുകൊണ്ടുള്ള നല്ല വൃത്തിയാക്കി എടുത്തിരിക്കുന്ന നല്ലൊരു മുറ്റത്തിൻ്റെ ബാക്കി സ്ഥലമൊക്കെ ചിപ്സ് ഇട്ടിട്ടുണ്ട്. വീടിൻ്റെ ഫ്രണ്ട് എലവേഷൻ പറഞ്ഞു കഴിഞ്ഞാൽ സൂപ്പറായിട്ടുള്ള ഫ്രണ്ട് എലവേഷനാണ് ഈ വീടിന് ലഭിച്ചിരിക്കുക. അപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ നേരെ വീടിനകത്തേക്ക് പ്രവേശിച്ച് കിണറൊക്കെ നമ്മൾ കണ്ടിരുന്നു. കയറി വരുമ്പോൾ തന്നെ വീടിൻ്റെ ഫ്രണ്ട് സൈഡിൽ തന്നെ കിണറുണ്ട്. തേക്കിൻ തടികളാൽ നിർമ്മിതമായ ഫ്രണ്ട് ഡോറ്, ആ ഡോറ് തുറന്ന് നമ്മൾ നേരെ അകത്തേക്ക് പ്രവേശിക്കുകയാണ്. നല്ല മനോഹരമായ ഒരു സ്വീകരണ മുറിയിലേക്ക് പ്രവേശിക്കുമ്പോൾ കയറുമ്പോൾ തന്നെ കാണുന്നത് ഒരു രൂപക്കോടിൻ്റെ പോയിൻ്റാണ്. നമ്മൾ വിശ്വസിക്കുന്ന ദൈവം ഏതാണെങ്കിലും ആ ദൈവത്തിൻ്റെ ഒരു രൂപമൊക്കെ വെക്കാനായിട്ട് ഒരു ഗസ്റ്റൊക്കെ വീട്ടിലേക്ക് വരുമ്പോൾ ഏറ്റവും ഫ്രണ്ടിൽ തന്നെ ഇരിക്കുന്നു. അതുപോലെ തന്നെ വീട്ടിലേക്ക് കയറുകയും ഇറങ്ങുകയും ചെയ്യുമ്പോൾ ഒന്ന് പ്രാർത്ഥിച്ചിട്ട് ഇറങ്ങാൻ, ജോലിക്ക് പോകുമ്പോഴും അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യങ്ങൾക്കൊക്കെ പ്രധാനപ്പെട്ട കാര്യങ്ങൾക്കൊക്കെ പോകുമ്പോൾ ഒന്ന് പ്രാർത്ഥിച്ചിട്ട് ഇറങ്ങുവാനൊക്കെ പറ്റുന്ന രീതിയിൽ വീടിൻ്റെ ഫ്രണ്ട് ഹോളിൽ തന്നെ ഇവിടെ രൂപക്കോടിൻ്റെ പോയിൻ്റാണ് ഇവിടെ സെറ്റ് ചെയ്തിരിക്കുക. അവിടുന്ന് ഫർഗോള പോലെയുള്ളൊരു പാർട്ടീഷൻ വർക്ക് ഇവിടെ കാണുന്നുണ്ട്. വീണ്ടും നമ്മൾ അകത്തേക്ക് പ്രവേശിക്കുമ്പോൾ നല്ല ഇൻറ്റീരിയർ വർക്കുകളാണ് സ്വീകരണമുറിയിലും അതുപോലെ തന്നെ ഫാമിലി ലിവിങ് ഏരിയയിലും അതുപോലെ തന്നെ ഡൈനിങ്ങിലൊക്കെ കൊടുത്തിരിക്കുക. ഇത് ബെഡ്റൂമുകളിലേക്ക് പോകുവാനായിട്ടുള്ളൊരു പാസേജാണ്. അതുപോലെ തന്നെ ഇവിടെയാണ് TV യൂണിറ്റിൻ്റെ പോയിൻ്റ് വന്നിരിക്കുന്നത്. ഇവിടെയാണ് TV യൂണിറ്റ്. ഇതൊരു ഫാമിലി ലിവിങ് ഏരിയ ആയിട്ടാണ് ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇവിടെയും നല്ല പാർട്ടീഷൻ വർക്കുകളാണ് വന്നിരിക്കുക. അവിടെ നിന്ന് നമ്മൾ നേരെ ഡൈനിങ് ഹാളിൽ, ഈ റൈറ്റ് സൈഡിലാണ് ഡൈനിങ് ഹാള്. പിന്നെ 4 ബെഡ്റൂം, 4 അറ്റാച്ച്ഡ് ആയിട്ടുള്ള വീടാണ്. നല്ല വലിപ്പമുള്ള TV വെക്കുവാനായിട്ടുള്ള രീതിയിൽ തന്നെ പോയിൻ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഡൈനിങ് ഹാളിലേക്ക് ഇറങ്ങുന്ന ഫാമിലി ലിവിങ്ങും ഡൈനിങ് ഹാളും തമ്മിലുള്ള ഒരു പാർട്ടീഷൻ വർക്കാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഇതാണ് നല്ല വലിപ്പമേറിയ ഡൈനിങ് ഹാള്. അതിന് സമീപത്തായിട്ട് തന്നെ നമ്മുടെ വാഷ് കൗണ്ടർ സെറ്റ് ചെയ്തിരിക്കുന്നു. വാഷ് കൗണ്ടർ ആണെങ്കിലും മനോഹരമായ രീതിയിൽ ഒരു ടൈല് വർക്കുകളൊക്കെ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നല്ല ഇൻറ്റീരിയർ വർക്കുകൾ, ജിപ്സം വർക്കുകളാണ് ഇവിടെയൊക്കെ വന്നിരിക്കുക. ഫാനൊക്കെ കൊടുത്തിരിക്കുന്നത് നമുക്ക് കാണാം. ഡൈനിങ് ഹാളിന് സമീപത്ത് തന്നെ നമുക്ക് കബോർഡുകളൊക്കെ ചെയ്തിരിക്കുന്നത് കാണാം. ഇതാണ് ഓപ്പൺ കിച്ചൺ ആയിട്ട് ചെയ്തിരിക്കുന്നത്. നല്ല വലിപ്പമുള്ള കിച്ചണാണ്, ഓപ്പൺ കിച്ചണാണ്. അപ്പോൾ ഇവിടുന്ന് നമ്മൾ നേരെ ഓപ്പൺ കിച്ചണിലേക്ക് പ്രവേശിക്കുമ്പോൾ നല്ല കബോർഡ് വർക്കുകൾ മുകളിലും താഴെയൊക്കെ ആയിട്ട് എന്തുമാത്രം കബോർഡ് വർക്കുകളാണ് ഇവിടെ ചെയ്തിരിക്കുന്നത് എന്നൊന്ന് ചുമ്മാ ശ്രദ്ധിക്കാം. അപ്പോൾ നല്ല കബോർഡ് വർക്കുകളുണ്ട്. അതുപോലെ ഇലക്ട്രിക് ചിമ്മിനി, സ്റ്റൗവ് എന്ന് വേണ്ടുന്ന എല്ലാ സംവിധാനത്തോടും കൂടിയാണ് നമുക്ക് ഈ വീട് ഇവിടെ തരിക. ഇവിടെ നമ്മുടെ വാഷ് കൗണ്ടർ സെറ്റ് ചെയ്തിരിക്കുന്നത്, സിങ്ക് കൊടുത്തിരിക്കുന്നതൊക്കെ കാണാം. സെൻസറിൽ വർക്ക് ചെയ്യുന്ന ഇലക്ട്രിക് ചിമ്മിനിയാണ് ഇവിടെ വന്നിരിക്കുക. ഓപ്പൺ കിച്ചണ്. അവിടെ നിന്ന് നേരെ ഡൈനിങ് ഹാൾ, നമ്മുടെ വർക്ക് ഏരിയയിലും നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള രീതിയിൽ തന്നെ ചെയ്തിരിക്കുന്നു. ഇവിടെ വാഷിംഗ് മെഷീൻ വെക്കാനായിട്ടുള്ള പോയിൻ്റ്. നേരെ കാണുന്ന ഭാഗത്താണ് ഫ്രിഡ്ജ് വയ്ക്കുവാനായിട്ടുള്ള പോയിൻ്റ്. അങ്ങനെ എല്ലാ പോയിന്റുകളും നമുക്ക് കൃത്യമായ രീതിയിൽ ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. നമ്മൾ നേരെ ഇനി ബെഡ്റൂമുകളുടെ ദൃശ്യങ്ങളിലേക്കാണ് പോവുക.
ബെഡ്റൂമുകളെല്ലാം നല്ല വലിപ്പമുള്ള നല്ല രീതിയിലുള്ള ബെഡ്റൂമുകൾ തന്നെയാണ്. വിൻഡോയുടെ സമീപത്തായിട്ട് നല്ല ഒരു ഇരിക്കുവാനായിട്ടുള്ളൊരു ചെയർ പോലെ നമുക്ക് സെറ്റ് ചെയ്തിട്ടുണ്ട്. വീട്ടിൽ ബെഡ്റൂമിലിരുന്നൊരു കട്ടൻ കാപ്പി കുടിക്കുവാനോ അല്ലെങ്കിൽ വീട്ടിലിരുന്ന് വർക്ക് ഫ്രം ഹോമൊക്കെ ആണെങ്കിലൊക്കെ ചെയ്യുവാനായിട്ടുള്ള രീതിയിലാണ് സെറ്റ് ചെയ്തിരിക്കുക. ബാത്റൂമുകളെല്ലാം നല്ല വലിപ്പമുള്ള ബാത്റൂമുകളാണ്. അതുപോലെ തന്നെ നമുക്ക് ഇവിടെ നമ്മുടെ ഷവർ കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. എല്ലാം ബ്രാൻഡഡ് ആയിട്ടുള്ള മെറ്റീരിയലുകൾ തന്നെ ഉപയോഗിച്ച് സെറ്റ് ചെയ്തിരിക്കുന്ന നല്ല ഒരു ടോയ്ലറ്റും അതുപോലെ വീടിൻ്റെ മൊത്തത്തിലുള്ള പണികൾ നല്ല ബ്രാൻഡഡ് ആയിട്ടുള്ള മെറ്റീരിയലുകൾ തന്നെ ഉപയോഗിച്ച് ചെയ്തിരിക്കുന്നതാണ്. ഇവിടുന്ന് രണ്ടാമത്തെ ബെഡ്റൂമിൻ്റെ ദൃശ്യങ്ങളിലേക്ക് പോവുകയാണ്. ഇനി നമുക്ക് ലോൺ സൗകര്യങ്ങൾ വേണ്ടവർക്ക് ലോൺ സൗകര്യങ്ങൾ ലഭ്യമാണ്. സാലറി സർട്ടിഫിക്കറ്റ് ഉള്ളവർക്ക്, ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യുന്നവർക്ക് ഒക്കെയാണ് നമ്മൾ ലോൺ അറേഞ്ച് ചെയ്ത് കൊടുക്കുക. കൂടുതൽ വിവരങ്ങൾക്കായിട്ട് ഞങ്ങളുടെ ഫോൺ നമ്പർ ഈ വീഡിയോയോടൊപ്പം ഉണ്ട്. ആ ഫോൺ നമ്പറിലേക്ക് വിളിച്ചാൽ ഞങ്ങൾ കൂടുതൽ വിവരങ്ങൾ പറയുന്നതാണ്. നമുക്ക് മീനച്ചിൽ ഹോംസ് റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ ഡിജിറ്റൽ മാർക്കറ്റിങ്ങിലൂടെ കേരളത്തിൽ തന്നെ ആദ്യമായിട്ട് തുടങ്ങിയ കമ്പനിയാണ് മീനച്ചിൽ ഹോംസ്. നമുക്ക് ഒരു മിനിമം രീതിയിലുള്ള ബിസിനസ് ചെയ്ത് എപ്പോഴും പോവുക എന്നുള്ളതാണ്. അല്ലാതെ നമ്മൾ എന്താ പറയുക, ഒത്തിരി ബിസിനസ്സുകളിലേക്ക് പോകാതെ ചെയ്യുന്ന കാര്യങ്ങൾ പെർഫെക്റ്റായിട്ട് ചെയ്തു പോവുക എന്നാണ് നമ്മൾ ഉദ്ദേശിക്കുക. ലോൺ സൗകര്യങ്ങളൊക്കെ പറയുമ്പോൾ നമുക്ക് ലോണ് ബാങ്കിൽ ആദ്യമേ ഞങ്ങൾ ഒന്ന് കേട്ട് കഴിയുമ്പോൾ ഞങ്ങൾക്കറിയാം നിങ്ങൾക്ക് ലോൺ ലഭിക്കുന്ന സാധ്യതയുള്ള ആളാണോ ഇല്ലയോ എന്ന്. പിന്നെ സാലറി എത്രയുണ്ട്, ഏജ് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കേട്ട് കഴിയുമ്പോൾ തന്നെ ഞങ്ങൾക്കറിയാം കിട്ടുമോ ഇല്ലയോ എന്നുള്ളത്. അപ്പോൾ അങ്ങനെ കിട്ടും എന്നാണ് നമുക്ക് തോന്നുന്നതെങ്കിൽ നേരെ ബാങ്കിൽ ആയിട്ട് നിങ്ങൾക്ക് ഡയറക്റ്റ് കോൺടാക്റ്റ് തരികയാണ്. അല്ല, ഞങ്ങൾ നേരിട്ടല്ല ചെയ്യുന്നത്, നിങ്ങൾക്ക് ഡയറക്റ്റ് കോൺടാക്റ്റ് തരികയാണ്. അപ്പോൾ നിങ്ങൾ ആധാർ കാർഡിൻ്റെ കോപ്പി, പാൻ കാർഡിൻ്റെ കോപ്പിയൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ, സാലറി സർട്ടിഫിക്കറ്റൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ അവർ സിവിൽ സ്കോർ ചെക്ക് ചെയ്യാറുണ്ട്. സിവിൽ സ്കോർ ചെക്ക് ചെയ്ത് കഴിയുമ്പോൾ ആണ് നിങ്ങൾക്ക് ലോൺ കിട്ടുമെന്ന് വീണ്ടും ഉറപ്പിക്കാൻ പറ്റുക. അങ്ങനെയാണെങ്കിൽ സാലറി സർട്ടിഫിക്കറ്റ്, അതുപോലെ തന്നെ നാട്ടിലെ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ്, വിദേശത്താണെങ്കിൽ വിദേശത്തെ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ്, ഇതെല്ലാം ബാങ്കിലേക്ക് ഡയറക്റ്റ് കൊടുത്താൽ മതി. ഞങ്ങളുടെ കൈവശം തരേണ്ട കാര്യമില്ല. അപ്പോൾ മാനേജർ അല്ലെങ്കിൽ ബാങ്കിലെ ലോൺ സെക്ഷനിലിരിക്കുന്ന ആൾ നിങ്ങളോട് ഡയറക്റ്റ് പറയും ഓക്കെ ആണ് എന്ന് പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് എഗ്രിമെൻ്റ് എന്ന നിലവാരത്തിലേക്ക് നമ്മൾ പോവുക. നമ്മൾ ഒരു ബാങ്കിലും നമ്മൾ ലോൺ ലഭിക്കുന്നതിന് വേണ്ടി അവിടെ ആരും, ഒരു മാനേജർമാരും ഒരു സ്റ്റാഫും എക്സ്ട്രാ പേയ്മെൻറ്റ് വാങ്ങിക്കുന്നതല്ല. അങ്ങനെ ആരെങ്കിലും നിങ്ങളോട് പറയുന്നുണ്ടെങ്കിൽ അത് ശരിയല്ല എന്ന് തന്നെയാണ് പറയാനായിട്ടുള്ളത്. 12 വർഷത്തെ എക്സ്പീരിയൻസിനോടടുത്ത് ഞങ്ങൾ പറയുകയാണെങ്കിൽ ഒരു ബാങ്കിൻ്റെയും ഒരു മാനേജർമാരും ഒരു സ്റ്റാഫും നിങ്ങളുടെ അടുത്തുനിന്ന് ലോൺ ചെയ്തു തരാൻ വേണ്ടിയിട്ട് ഇത്ര രൂപ തന്നേരെ എന്നെങ്കിലേ ഞങ്ങൾ ലോൺ ചെയ്തു തരുള്ളൂ എന്ന് ആരും പറയാറില്ല. ഒരു ബാങ്കിൻ്റെയും ഒരു മാനേജർമാരും പറയാറില്ല. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് 100% സേഫായിട്ടുള്ള രീതിയിൽ വീട് സ്വന്തമാക്കാം.